സിനിമാ മേഖലയിൽ പലർക്കും ഇല്ലാത്ത ആ ഒരു കാര്യം തനിക്കുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് നിവിൻ പോളി. ആ ഒരു കാര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നട്ടല്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ്, എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം സിനിമാ മേഖലയിലുള്ള ഓരോരുത്തരുടെ വിക്കറ്റുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു വിക്കറ്റ് കൂടി വീണിരിക്കുകയാണ്. അത് നിവിൻ പോളിയുടെ വിക്കറ്റാണ്. നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു വിക്കറ്റാണ് വീണിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് കുറേയധികം അലിഗേഷൻസ് പറയുന്നുണ്ട്. എന്തായാലും ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യവും ചങ്കൂറ്റവും ഒക്കെയാണ്. അതായത് അദ്ദേഹത്തിന് എന്തിൻ്റെ ഒരു അലിഗേഷൻ വന്നപ്പോൾ അദ്ദേഹം അത് മീഡിയ വന്ന് കണ്ടു. അതിന് എന്താ പറയുക, 100% കോൺഫിഡൻസിലൂടെ മീഡിയ വന്ന് കണ്ട് അതിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അവിടെ പിന്നെയും പ്രശ്നങ്ങളൊന്നും അദ്ദേഹം ഗുരുതരമാക്കുന്നില്ല. കറക്റ്റ് കാര്യങ്ങൾ മീഡിയയോട് വന്ന് നിവിൻ പോളി പറയുന്നുണ്ട്. തൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നും അതുപോലെ താനിത് തെളിയിക്കാൻ, താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം മീഡിയയിലൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നട്ടലെന്ന് പറയുന്ന ആ ഒരു സംഭവം ഇപ്പോൾ നമ്മുടെ മമ്മൂട്ടിയാണേലും മോഹൻലാലാണേലും ഇപ്പോൾ അലിഗേഷൻസ് ഉയർത്തിയ പല ആളുകളാണേലും, മമ്മൂട്ടി മോഹൻലാലിൻ്റെ മണ്ടയ്ക്ക് അലിഗേഷൻ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഉയർത്തിയ പല ആളുകളുമുണ്ട്. സോ അവരാരും ഇങ്ങനെ പ്രോപ്പറായിട്ട് മീഡിയ വന്ന് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും, മോഹൻലാലിൻ്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അദ്ദേഹം അമ്മയുടെ പ്രസിഡൻ്റായിട്ടിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം മീഡിയ കാണാതെ രാജിവെച്ച് ഒളിച്ചോടി എന്ന് പറയുന്നത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നൊരു സംഭവമല്ല. അദ്ദേഹം ഉറപ്പായിട്ടും മീഡിയ പ്രോപ്പറായിട്ട് കാണേണ്ടൊരു വ്യക്തിയാണ്. സോ അത് ചെയ്യാത്തത് വളരെയധികം മോശമായിപ്പോയി. അത്യാവശ്യം നിവിൻ പോളി പോലുള്ള ആളുകൾക്കുള്ള ചങ്കൂറ്റം അദ്ദേഹത്തിന് ഉണ്ടാവണം. അല്ലാതെ പിന്നെ അമ്മയുടെ പ്രസിഡൻ്റാണ് അല്ലെങ്കിൽ ഇത്ര വലിയ ടോപ്പിൽ ഇരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.